ഗുഡ് മോർണിംഗ്. അടുത്ത ടോപ്പിക്കാണ് ബൈനറി ട്രീ. ബൈനറി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ നോർമൽ ട്രീ എവറി നോഡ് ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ചിൽഡ്രൻ, ബട്ട് ഇൻ എ ബൈനറി ട്രീ എവറി നോഡ് ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 2 ചിൽഡ്രൻ. അതായത് നമ്മൾ ഇച്ചിരി മുമ്പ് പഠിച്ച ട്രീക്കകത്ത് നമുക്ക് എത്ര നമ്പർ ഓഫ് ചിൽഡ്രൻസിനെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു, എത്ര നമ്പർ ഓഫ് ചിൽഡ്രൻസിനെ വേണമെങ്കിലും. പക്ഷേ ഒരു ബൈനറി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ 2 ആയിരിക്കണം. ഇൻ എ ബൈനറി ട്രീ എവറി നോഡ് ക്യാൻ ഹാവ് എയ്തർ 0 ചിൽഡ്രൻ ഓർ 1 ചൈൽഡ് ഓർ 2 ചൈൽഡ്, ബട്ട് നോട്ട് മോർ ദാൻ 2 ചിൽഡ്രൻ. അതായത് ഒരു ബൈനറി ട്രീക്കകത്ത് അതിൻ്റെ ചിൽഡ്രൻസിൻ്റെ എണ്ണം ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2, 2വിനേക്കാളും ഗ്രേറ്റർ ആവരുത്, മാക്സിമം ഓഫ് 2. അതാണ് ബൈനറി ട്രീ. ഇനി കുറച്ച് ടൈപ്സ് ഓഫ് ബൈനറി ട്രീസ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് സ്ട്രിക്ട്ലി ബൈനറി ട്രീ. ഒരു സ്ട്രിക്ട്ലി ബൈനറി ട്രീ എന്താണെന്ന് വെച്ചാൽ എ ബൈനറി ട്രീ ഇൻ വിച്ച് എവറി നോഡ് ക്യാൻ ഹാവ് എയ്തർ 2 ഓർ 0 നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഈസ് കോൾഡ് സ്ട്രിക്ട്ലി ബൈനറി ട്രീ. അതായത് ഒരു ട്രീക്കകത്തുള്ള എല്ലാ നോഡുകൾക്കും ഒന്നെങ്കിൽ ചിൽഡ്രൻസ് 2 ആയിരിക്കണം അല്ലെങ്കിൽ 0 ആയിരിക്കണം. അതിനെയാണ് സ്ട്രിക്ട്ലി ബൈനറി ട്രീ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കംപ്ലീറ്റ് ബൈനറി ട്രീ. എ കംപ്ലീറ്റ് ബൈനറി ട്രീ എ ബൈനറി ട്രീ ഇൻ വിച്ച് എവറി ഇൻറ്റേർണൽ നോഡ് ഹാസ് എക്സാക്ട്ലി 2 ചിൽഡ്രൻ ആൻഡ് ഓൾ ലീഫ് നോഡ്സ് ആർ അറ്റ് സെയിം ലെവൽ ഈസ് കോൾഡ് കംപ്ലീറ്റ് ബൈനറി ട്രീ. അതായത് ഇതൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ നോഡുകൾക്കും 2 ചിൽഡ്രൻ ഉണ്ട്. എന്നിട്ട് അതിൻ്റെ ലീഫ് നോഡിലെ ലെവല് എല്ലാ നോഡുകളിലെ ചിൽഡ്രൻസിൻ്റെയും ലീഫ് നോഡ് വരുന്നത് എല്ലാം സെയിം ലെവലിലായിരിക്കും. നമ്മളിത് ഇക്വേഷൻ വെച്ച് പറയുകയാണെങ്കിൽ in a binary tree every node can have a maximum of 2 children, but in strictly binary tree every node should have exactly 2 children or none, and in complete binary tree all the node must have exactly 2 children, and at every level of complete binary tree there must be 2 level number of nodes. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ലെവൽ 2വിൽ ദെയർ മസ്റ്റ് ബി 2 നോഡുകൾ വേണം. അതായത് ലെവൽ 2വിൻ്റെ അത് 2 നോഡുകൾ ആ ലെവലിൽ വേണം. ഇനി ലെവൽ 3 2 നോഡുകൾ ആ ലെവലിൽ വേണം. അങ്ങനെയാണ് ഈ എക്സാമ്പിളിൽ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ലെവൽ 0 എന്ന് പറയുമ്പോൾ 2 ഈസ് 1. അപ്പോൾ ആ ലെവലിൽ ഒരു നോഡ് മാത്രം. ഇനി ലെവൽ 1ലേക്ക് വന്നപ്പോൾ 2 അപ്പോൾ ഈ ലെവൽ 1ൻ്റെ അത് ആ ലെവലിൻ്റെ അത് 2 നോഡുകൾ വേണം. അതുകൊണ്ടാണ് ഇവിടെ 2 നോഡുകൾ. ഇനി ലെവൽ 2 എടുത്തു. ലെവൽ 2 എന്ന് പറയുമ്പോൾ 2 4. ഈ ലെവലിൻ്റെ അകത്ത് 4 നോഡുകൾ വേണം. അതുകൊണ്ടാണ് ഇവിടെ 4 നോഡുകൾ വെച്ചേക്കണേ. ഇനി ലെവൽ 3 എടുത്തു. ലെവൽ 3 എന്ന് പറയുമ്പോൾ 2 8. ഈ ലെവലിൻ്റെ അകത്ത് 8 നോഡുകൾ വേണം. അതുകൊണ്ടാണ് ഇവിടെ 8 നോഡുകൾ വന്നേക്കണേ. ഇങ്ങനെ വന്നാലാണ് ഇതിനെയാണ് കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ബൈനറി ട്രീ ആണ് എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീ. എ ബൈനറി ട്രീ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു ഫുൾ ബൈനറി ട്രീ by adding dummy nodes to existing node whenever required. അതായത് ഒരു ബൈനറി ട്രീ തന്നിട്ടുണ്ട്. ആ ബൈനറി ട്രീനെ ഒരു ഫുൾ ബൈനറി ട്രീ ആക്കണം. ഫുൾ ബൈനറി ട്രീ എന്ന് പറഞ്ഞാൽ എല്ലാ നോഡിനും 2 ചിൽഡ്രൻസ് വെച്ച് വേണം. അപ്പം
ഇതൊരു ബൈനറി ട്രീൻ്റെ എക്സാമ്പിളാണ്. ഇതൊരു ബൈനറി ട്രീ. ഇതിനെ എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീ ആക്കാനായിട്ട് ഈ ബൈനറി ട്രീനെ നമ്മൾ, ഇതൊരു ഫുൾ ബൈനറി ട്രീ അല്ലല്ലോ, കാരണം എല്ലാ നോഡിനും 2 ചിൽഡ്രൻസ് വെച്ച് ഇല്ല. അപ്പോൾ ഇതിനെ ഫുള്ളാക്കാനായിട്ട് 2 ചിൽഡ്രൻസ് ഇല്ലാത്ത സ്ഥലത്തേക്ക് ഓരോ ഡമ്മി ആയിട്ടുള്ള, കണ്ടോ, ഓരോ ഡമ്മി ആയിട്ടുള്ള നോഡുകളെ ഇൻസേർട്ട് ചെയ്തു. ഇതിനെയാണ് പറയുന്നത് എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീ എന്ന്. ഇനി അടുത്ത് സ്ക്യൂഡ് ബൈനറി ട്രീ. ഈ ബൈനറി ട്രീക്കകത്ത് നമ്മൾ ഓരോ ചിൽഡ്രൻസിനെയും ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഡോമിനേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണെങ്കിൽ ലെഫ്റ്റ് സ്ക്യൂഡ് ബൈനറി ട്രീ എന്നും, റൈറ്റ് ഡൊമിനേറ്റഡ് ആണെങ്കിൽ റൈറ്റ് സ്ക്യൂഡ് ബൈനറി ട്രീ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന ചിൽഡ്രൻസ് ലെഫ്റ്റിലോട്ടാണെങ്കിൽ, അതായത് ഒറ്റ ചിൽഡ്രൻ മാത്രം മതി, അത് ലെഫ്റ്റിലോട്ടാണെങ്കിൽ അതിനെ ലെഫ്റ്റ് സ്ക്യൂഡ് ബൈനറി ട്രീ എന്നും, റൈറ്റിലേക്കാണെങ്കിൽ റൈറ്റ് സ്ക്യൂഡ് ബൈനറി ട്രീ എന്നും പറയുന്നു. ഇത്രയാണ് ടൈപ്സ് ഓഫ് ബൈനറി ട്രീ. ഇനി അടുത്തൊരു ടോപ്പിക്ക് ബൈനറി സെർച്ച് ട്രീ. ബൈനറി സെർച്ച് ട്രീ എന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.